ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിൻ്റെ വീട്ടിലായിട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്റർ കാണാൻ പറ്റും. 6 തരത്തിലുള്ള ഇൻക്യുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ. ഇത് താറാവാണെങ്കിൽ എത്ര രൂപ പോകും? താറാവ് ഉണ്ടെങ്കിൽ ഏകദേശം 50 മുട്ട വെക്കാൻ. ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഏകദേശം 35 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. ഇത് റേറ്റ് വരുന്നത് ഏകദേശം 1600 രൂപ റേറ്റ് വരുന്നത്. ഇത് വരുന്നത് 60 മുട്ടേന്റെ വരുന്നുണ്ട് അല്ലേ? ഇത് 3000 റേറ്റ് വരും. ഇതാണ് മൂന്നാമത്തെ മോഡൽ അല്ലേ? അതെ അതെ. ഇതെങ്ങനെ സെമി ഓട്ടോമാറ്റിക് വെച്ച് കഴിഞ്ഞാൽ റെഡി? സെമി ഓട്ടോമാറ്റിക് തന്നെ ജസ്റ്റ് നമ്മൾ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്. ഇതിന്റെ കോഴിമുട്ട ഇത് തിരിഞ്ഞോളൂ. ഓക്കെ. അപ്പൊ മറ്റേതില് ഓട്ടോമാറ്റിക്കലി മോട്ടർ ഉണ്ടായിരുന്നു, അപ്പൊ ഇതിന് മോട്ടർ ഇല്ല. ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല. 4ാമത്തെ ആയിട്ടാണ് 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ് വരുന്നത്. മാനുവൽ ആയിട്ട് 100 വരെ വെക്കാം. ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ വലുത് എന്നുള്ള ആ ഒരു പ്രത്യേകത ഉള്ളതല്ലേ? നേരെ വലുതാണ്. ഇതാണ് 65 കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ അല്ലേ? ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത്? ഇതിന് റേറ്റ് വരുന്നത് 3600 ആണ്. 1 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് 2300. പിന്നെ മാനുവൽ ഇൻക്യുബേറ്റർ 100 വെക്കുന്നത് 2000. ഓട്ടോമാറ്റിക് ഉണ്ട് 35 കോഴിമുട്ട വെക്കേണ്ടത് 3000 റേറ്റ് വരുന്നത്. പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് 40 കോഴിമുട്ട വെക്കുന്നത്. അത് റേറ്റ് വരുന്നത് 1800. ഇന്ന് നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കാനുള്ള പരിപാടിയാണ്. കൂട്ടിൽ നോക്കിയപ്പോ ആ കൂടെ 19 മുട്ടയേ ഉള്ളൂ. കുറച്ച് പുഴുമന്തി കൊടുത്താൽ നമ്മുടെ കഴുകനാശാത്തി 1 മുട്ട കൂടെ തരാമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അവള് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. അങ്ങനെ 20 മുട്ട റൗണ്ടാക്കി ഇൻക്യുബേറ്ററിൽ വെക്കാൻ പോകും. അടിയിൽ ഇതുപോലെ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ശേഷം മുട്ടകൾ ഓരോന്നായി ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കണം. പിന്നെ മുട്ടകൾ കുറവായതുകൊണ്ട് നമ്മൾ സെന്ററിലാണ് വെച്ചു കൊടുക്കുന്നത്. പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇൻക്യുബേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. 37.5 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ചുവന്ന ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഇൻക്യുബേറ്റർ നോക്കിക്കോളൂ. അതായത് നമ്മുടെ ഇൻക്യുബേറ്റർ ഫുൾ ഓട്ടോമാറ്റിക് ആണ്. മലപ്പുറം കോട്ടക്കലുള്ള മജീദ് ഖാന്റെ കയ്യിൽ നിന്നാണ് ഇൻക്യുബേറ്റർ വാങ്ങിയത്. 4 വർഷം മുമ്പ് മൂപ്പര കയ്യിൽ നിന്ന് വാങ്ങിയ സാധാ ഇൻക്യുബേറ്റർ ആണ് കേട്ടോ മുകളിൽ കാണുന്നത്. കോഴിമുട്ടിയും താറാമുട്ടിയും നമ്മൾ ഇതിൽ ഒരുപാട് തവണ വിരിച്ചെങ്കിലും സാധനം ഇപ്പോഴും പുലിയാണ് കേട്ടോ. ഇനി കോഴി അടയിരിക്കുന്നില്ലെന്ന പരാതി വേണ്ട. നിങ്ങൾക്ക് ഏത് മോഡൽ ഇൻക്യുബേറ്റർ എവിടേക്ക് വേണമെങ്കിലും മൂപ്പര് സെറ്റാക്കി തരും. പിന്നെ സാധനം ആവശ്യമുള്ളവർ അദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ മെസ്സേജ് അയക്കാൻ മറക്കല്ലേ. കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു 20ഓളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു. അതിന്റെ റിസൾട്ട് എന്തായെന്ന് നോക്കാം. 20 ദിവസത്തിന് ശേഷം നമ്മുടെ ഇൻക്യുബേറ്റർ തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച. രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു. ഏതാണ്ട് 1 മണിക്കൂർ കൂടെ കഴിഞ്ഞ് നോക്കിയപ്പോ രണ്ടാമത്തെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞും കൊണ്ടേയിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോഴേക്കും 20ൽ 13 മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട്. ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻക്യുബേറ്റർ സംഭവം സൂപ്പറാണ്. റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ടത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ചുപേര് കമന്റ് ചെയ്തിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എടുക്കാൻ വിചാരിച്ചേ സമയം കിട്ടില്ല. ഇത് തോടൊക്കെ കൊടുക്കാൻ പറ്റും.